നേന്ത്രപ്പഴം സേവനായിലിട്ട് നോക്കൂ. അതിശയിക്കും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരമാട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. കാണാൻ മുഞ്ച് പോലെ തന്നെ ഇത് കഴിക്കാനും ഉഗ്രനാണ്. പിന്നെ ഒരു തുള്ളി എണ്ണ നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. നേന്ത്രപ്പഴത്തിനൊക്കെ വില കൂടുതലാണല്ലേ. എന്നാലും ഇന്ന് നമ്മളിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നല്ല ഹെൽത്തി ഫുഡും കഴിക്കണ്ടേ, പ്രത്യേകിച്ച് ഒരു മഴയത്ത്. ഇപ്പോൾ ഒരു 2-3 നേന്ത്രപ്പഴമൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പം ഞാനെടുത്ത നേന്ത്രപ്പഴം അങ്ങോട്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് കട്ട് ചെയ്യുമ്പോൾ ഒരു മൂക്കാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ നമ്മളത് ഒരു കട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിതവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ആദ്യം ചെയ്യണ പരിപാടി. നമുക്കറിയാലോ, പെട്ടെന്ന് തന്നെ പുഴുങ്ങി കിട്ടും. പുഴുങ്ങി കിട്ടിയ പഴമാണ് കേട്ടോ. ഇത് നമുക്കൊരു വേറെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഒന്ന് ചൂടാറട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കിയാലും ഒന്നും കഴിക്കൂല എന്ന് പരാതി പറയണ ഉമ്മമാരാണോ നിങ്ങൾ? എന്നാൽ അതാ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. മക്കൾ ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളെ പിറകെ അങ്ങനെ നടക്കും. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് കേട്ടോ ചേർത്തത്. നെയ്യിന് പകരം ഓയിലും കാര്യങ്ങളൊക്കെ ചേർക്കാം, പക്ഷേ ഇത്തിരി നെയ്യാകുമ്പോൾ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഈ എണ്ണയൊന്നും ചേർക്കണില്ല എന്ന് പറയുന്നത് എന്ന് കരുതിയിട്ട് നിങ്ങൾ വേറെ ഒന്നും കരുതണ്ട കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേ പറ്റുള്ളൂ കേട്ടോ. അതും കുറഞ്ഞ നെയ്യ്. നിങ്ങൾ കണ്ടല്ലോ, 1 ടീസ്പൂൺ തികച്ചെടുത്തില്ല. കുറച്ച് നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. എണ്ണയിലല്ല, നെയ്യിൽ. അതേ പാനിലോട്ട് ഞാനിതവിടെ നട്ട്സ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഉണ്ടാകുമ്പോൾ ഒന്ന് രുചി വേറെയാണ്. ഏതെങ്കിലും നട്ട്സ്, ബദാമോ പിസ്തയോ കയ്യിലുള്ളത് നോക്കിയെടുത്തോളൂ. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തത്. അതേ പാനിലോട്ട് തന്നെ നമ്മളൊരു 3 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ശർക്കര നേരത്തെ യൂസാക്കിയതാണ്. ഇതിൽ കല്ലോ അതുപോലെ ചണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് അരിച്ചെടുക്കുന്നില്ല. നമ്മളെടുക്കുന്ന ശർക്കര ക്ലീൻ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണേ. അതേ ആ ഒരു മിക്സിലോട്ട് നമ്മളിതാ നേരെ അരമുറി തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടായിരിക്കും നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടാവുക. അതിലോട്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ ഈ ഒരു തേങ്ങയുണ്ടല്ലോ, ശർക്കരയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കുടിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഫില്ലിങ്സും നല്ല രുചിയായിരിക്കും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ശർക്കരയൊക്കെ വലിഞ്ഞിരിക്കും. ഒന്ന് വലിഞ്ഞിട്ട് തേങ്ങയിൽ അങ്ങോട്ട് പിടിക്കും. ഈ ഒരു സമയം കൊണ്ട് ഞാനതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കുകയാണ്. ഏലക്കയുടെ പകരം നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതും ഒന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ഒപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എല്ലാവരും കഴിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ വരില്ലേ. ജലദോഷം, കഫക്കെട്ട്, ചുമ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അങ്ങനെയുള്ള ചെറുരോഗങ്ങളൊക്കെ തൊട്ട് കാക്കണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കണ്ട് കളഞ്ഞിട്ട് നേരെ മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തോളൂ. ഒപ്പം തന്നെ ഓൾറെഡി പഴത്തിൽ മധുരമുള്ളതാണ് എങ്കിലും ഞാനിത് അവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. ഒരു ചെറു മധുരമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിലുള്ളിൽ ഫില്ലിങ്സൊക്കെ വെക്കുമ്പോൾ ആ ഒരു ശർക്കരയുടെ മധുരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ പഴം എടുക്കുന്ന സമയത്ത് കറുത്ത് പോയ പഴം, നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് കിട്ടിയത് അത്ര അങ്ങോട്ട് ഒരു ഉഷാറില്ല കേട്ടോ. അപ്പോൾ കറുത്ത് പോയി എന്ന് കരുതിയിട്ട് തൊടിയിലേക്കൊന്നും അറിയാൻ നിൽക്കണ്ട. ഇതുപോലെ ഒരു അടിപൊളി ഐറ്റമൊക്കെ റെഡിയാക്കിക്കോളും. ഞാനിതാ അരച്ചെടുത്തിട്ടുള്ള പഴം. ഇനിയിപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടുള്ള മിക്സിയാണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഓരോ മിക്സിക്ക് ഓരോ സ്വഭാവമായിരിക്കുമല്ലേ. അപ്പോൾ ഏതായാലും അരച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴം നേരെ ഒരു ബൗളിലോട്ട് മാറ്റി. ഒപ്പം തന്നെ ഞാനിതവിടെ
വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ നൈസ് പത്തിരി ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പുട്ടുപൊടി എടുക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കാം. 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിക്കുമല്ലോ, അതിനൊരു കപ്പ് എടുത്താൽ മതി. ആദ്യം കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്ന പാകം വരെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതാ ഒരു 3/4 കപ്പ് ചേർത്തു. വീണ്ടും മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അധികം ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് പഴം അരച്ചെടുത്തത്. അതിൻ്റെ പേരിലാണ് ഒരുപാട് വെള്ളം കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം വന്നില്ല. വെള്ളമല്ല, അരിപ്പൊടിയുടെ ആവശ്യം വന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഴം കരക്കുന്ന സമയത്ത് കുറഞ്ഞ തീയിൽ തന്നെ അരച്ചെടുക്കണേ. കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ കുഴക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ആകെ ഒരു ഇളിയിലേക്ക് ആവും. അപ്പോൾ അതിനൊന്നും ടെൻഷൻ ആവണ്ട. കൈ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കയ്യിലൊരു ഇത്തിരി ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തോളാം കേട്ടോ. ഒരുപാട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ നമ്മൾ പഴമാണ് ചേർത്തത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മാവ്. 1-1.5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ക്രാക്കൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രം കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇന്ന് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ അറിയില്ല, കുറച്ച് നേരം വൈകി കേട്ടോ. മക്കളൊക്കെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഞാനിതവിടെ ഇനി സേവനായി എടുത്തിട്ടുണ്ട്. അതിലിതുപോലെ ചെറിയ ചില്ലുണ്ടല്ലോ, ഏറ്റവും നേർത്തതായിട്ടുള്ള ചില്ല്. ഇതെനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു 20 രൂപ കൊടുത്തിട്ട് പാത്രക്കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എനിക്കിതിൻ്റെ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുള്ള ചില്ല് ഇതിലേറെ കുറച്ചും കൂടി അതിൻ്റെ ഹോളുകളൊക്കെ വലുതായതുകൊണ്ട് തന്നെ നൂലപ്പം വളരെ കട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ ഇടിയപ്പം. അപ്പോൾ ഈ ഒരു ചില്ല് വാങ്ങിയതുകൊണ്ട് നമുക്ക് നല്ല നേർത്ത ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല നേർത്ത ചെറിയ ഹോളോട് കൂടിയിട്ടുള്ള ചില്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രക്കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് സേവനായിൽ അങ്ങോട്ട് നിറച്ചിട്ടുണ്ട്. ചില്ലിലും ഉൾഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മാവൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചു. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു തേങ്ങയും ശർക്കരയുള്ള ഒരു മിക്സിങ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് മിക്സാക്കി മാറ്റി വെച്ചു. ഇനി നമ്മളൊരു വാഴയുടെ ഇല എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവർ എടുക്കുക. എന്നിട്ട് അതിലാട്ടോ ഇത് ചുറ്റിച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു മാവ് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒത്തിരി ബലം പിടിച്ച് അങ്ങനെ അമർത്തുക, കൈവേദനിക്കുക അമ്മാതിരി പരിപാടികളൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മാവ്. ഇതുപോലെ വാഴയുടെ ഇലയിലോട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെയുള്ള ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ്, നട്ട്സോട് കൂടിയിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് കാഷ്യൂ നട്ട് എടുത്തുന്നുള്ളൂ. നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ എന്തായാലും പീനട്ടായാലും എന്ത് ചേർത്ത് കൊടുത്താലും നല്ല രുചിയായിരിക്കും. ഇനിയിപ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി അവലിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു വേറെയല്ലേ. എന്നിട്ട് ഓരോ ഒരു സൈഡ് നമ്മളതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പക്ഷെ ഈ ഒരു സൈഡും മടക്കിയിട്ട് ഇവിടെ ലോക്ക് ചെയ്യണ്ട, അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 2 സൈഡും നല്ല നേർത്തിട്ടായിരിക്കും ഈ ഒരു സൂപ്പർ. ഇങ്ങനെ പറയാം, എന്തതിന് പറയാൻ എനിക്കറിയില്ല, പഴം കൊണ്ടുള്ള ഇടിയപ്പം എന്ന് പറയല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം കണ്ടല്ലോ. നേർത്തതായതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, വലിയൊരു പണിയോ കാര്യങ്ങളൊന്നുമില്ല. ഫില്ലിങ്സൊക്കെ നേരത്തെ റെഡിയാക്കിയാൽ മാവൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാമല്ലോ. അപ്പോൾ ഈ ഒരു വാഴയുടെ ഇലയിൽ അത്യാവശ്യം നമുക്കൊന്ന് ഓയിൽ തേച്ച് കൊടുക്കട്ടെ. വേറെ ഒന്നുമല്ല, ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്കിലും ആദ്യത്തെ ഞാൻ ഓയിൽ തേക്കാതെയാണ് ചെയ്തത്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വിട്ടു പോരുന്നുണ്ട്. കണ്ടല്ലോ, ഇത്ര സിമ്പിളായിട്ടാണ് ഇത് പ്രസ് ചെയ്യുന്നുള്ള കാര്യം. ഇതുപോലെ ഒരെണ്ണം നമ്മൾ മക്കൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു പഴത്തിൻ്റെ ഗുണം കിട്ടും, തേങ്ങ നട്ട്സ്, ആ ഒരു ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ മതി, ഒരെണ്ണത്തിലൊന്നും നിൽക്കില്ല. ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് 2 3 വെച്ച് റെഡിയാക്കിക്കൊള്ളുക കേട്ടോ. നല്ല രുചിയാണ്, മക്കൾ അറിയാതെ കഴിച്ചു പോകും. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പുറത്ത് ഇങ്ങോട്ടും പ്രസ് ചെയ്യുക, 2 സൈഡും നല്ല അടിപൊളിയായിട്ട് ലോക്കാവും. ഇനി ഇതുപോലെ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് തന്നെ ഇത് ആവി കയറ്റിയെടുക്കണവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് വേറെടുക്കണ വേറെ ഒന്നുമല്ല, വാഴയുടെ ഇല കിട്ടാനുള്ള ക്ഷാമം കൊണ്ട് തന്നെയാണ്. അപ്പം എൻ്റെ അടുത്ത് ആകെ 2-3 ഇല മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതൊക്കെ ഒന്ന് ആവി കയറട്ടെ എന്നിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ നമ്മളെ ഇഡലിൻ്റെ തട്ട് തല കീഴായി വെച്ചിട്ട്, എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. സ്റ്റീമർ ഉള്ളവർക്ക് എളുപ്പമാണല്ലോ. ഇതുപോലൊരു വാഴയില വെക്കുക, അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പരത്തി എടുത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് ചെറിയ പൊട്ടല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തമ്മിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അരിപ്പൊടിയും പഴമൊക്കെ അല്ലേ, ഇതങ്ങ് ചൂടാകുമ്പോഴേക്കും ഒന്ന് ബലം പിടിച്ച പോലെ നിൽക്കും കേട്ടോ. എന്നാൽ നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിരിക്കും, തമ്മിൽ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ എന്തായാലും ഇതുപോലെ വെച്ച് കൊടുക്കണം. മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ഒരു ഇടിയപ്പം വേവുന്ന അതേ ടൈം തന്നെ ഇതിനും വരുള്ളൂ കേട്ടോ. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ? ഉണ്ടാവില്ലേ? എന്നാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാൻ നിങ്ങളാരും മറക്കരുതേ. അപ്പോൾ അത് ആവിക്ക വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല അടിപൊളി സെറ്റായിട്ട് ഉൾവശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതെടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇലയോട് കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇല ഇല്ലാത്തതിൻ്റെ പേരിൽ സ്പൂണൊക്കെ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല നേർത്തതല്ലേ. ചിലതൊക്കെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നതായിട്ട് കണ്ടു. ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇതൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. ഫസ്റ്റ് എടുത്തതാണ് കേട്ടോ ചെറിയ രീതിയിലൊന്ന് പൊട്ടിപ്പോയത്. ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്തു, വാഴയുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തിട്ട് നേരെ ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഇതുപോലെ കേട്ടോ, ഇല ഉള്ളതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. എന്നാൽ പിന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിയോളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇലയോട് കൂടിയിട്ട് വെക്കുന്നവർ അങ്ങനെയും ചെയ്തോളൂ കേട്ടോ. മുഴുവൻ ഇതിലോട്ട് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒത്തിരി സമയമൊന്നും ആവില്ല. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മക്കൾക്ക് കൊടുക്കുക, അതോടൊപ്പം തന്നെ സ്നാക്കായിട്ട് കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനും പറ്റും. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. മധുരമുള്ളതിൻ്റെ പേരിൽ മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും കേട്ടോ. മക്കൾ മാത്രമല്ല മുതിർന്നവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും. ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. വാഴയുടെ ഇല ഉണ്ടായതുകൊണ്ട് തന്നെ സിമ്പിളാണ് കേട്ടോ എടുക്കാനായിട്ട്. കണ്ടല്ലോ, പൊട്ടിപ്പോവുകയും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഐറ്റം ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴമാണെങ്കിൽ 1, 2, 3 പേർക്കുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ 2 എണ്ണം വെച്ചെടുക്കാനായിട്ടുണ്ടാവും കേട്ടോ. ഞാനെടുത്ത പഴമൊന്നും അത്ര അങ്ങോട്ട് ഉഷാറില്ല. അതിൻ്റെ പേരിൽ തന്നെ നമ്മളുണ്ടാക്കിയ ഒരു പലഹാരത്തിൻ്റെ കളറിലും വലിയൊരു ഇതില്ല കേട്ടോ. നല്ല പഴുത്ത നല്ല മൂത്ത പഴമൊക്കെ ആണെങ്കിൽ, നല്ല കളറോടുള്ള പഴമാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഒന്നുകൂടി കാണാൻ. എന്താ ചെയ്യുക, കിട്ടിയത് ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ ഇത് നേർത്തതായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. സാധാരണ നമ്മളെല്ലാവരും അട റെഡിയാക്കാറുണ്ടല്ലേ, കട്ടി കൂടിപ്പോയതിൻ്റെ പേരിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, എങ്കിലും ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ നൂല് പോലെയൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് വേറൊരു രുചിയാണ്. ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് ചായയും ഇതുപോലൊരു 2 പീസും ഉണ്ടെങ്കിൽ വയറും മനസ്സും ഒരുപോലെ നിറയും. മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാം. അതുപോലെ തന്നെ ഈവനിങ്ങിൽ സ്നാക്കായിട്ട് റെഡിയാക്കാം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ, പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. പിന്നെ പെട്ടെന്ന് കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു പുതുമയായിരിക്കും കേട്ടോ. ഇതുപോലെയുള്ള പലഹാരമൊക്കെ അങ്ങനെ എന്നും ഒരുപോലെയുള്ള തന്നെ ഉണ്ടാക്കി മടുപ്പിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ. നേന്ത്രപ്പഴത്തിന് ഒത്തിരി വിലയൊക്കെ കൂടിയിരിക്കുകയാണ്. എന്നാലും ഒരു 2 or 3 പഴമൊക്കെ വാങ്ങാനൊക്കെ പൊതുവെ എല്ലാവർക്കും കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണേ. കഴിച്ചു കൊണ്ടിരുന്നാൽ മുഴുവനും നമ്മൾ തീർക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്.
കൈ വെച്ചിട്ട് ഞാൻ അങ്ങനെ പിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം. ഉൾഭാഗത്ത് ആ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.